സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹോശേയയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്നു അവർ അറിഞ്ഞില്ല. എഫ്രയീം ആരാണ്? ഈ എഫ്രയീം ആരാണ്? ആരുടെ മകനാണ്? യോസേഫിന്റെ മകനാണ്. എത്രാമത്തെ മകനാണ്? മൂത്ത മകനാണോ രണ്ടാമത്തെ മകനാണോ? എത്രാമത്തെ മകനാണ്? രണ്ടാമത്തെ മകൻ. അങ്ങനെയാണെങ്കിൽ ദൈവം എഫ്രയീമിനെയാണ് സ്നേഹിച്ചത്. യാക്കോബ് തന്റെ കൊച്ചുമകനായിരിക്കുന്ന എഫ്രയീമിനെ അനുഗ്രഹിച്ചു. നോക്കുക, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്തിനാണ്? എന്തിനാണെന്നെ ഇത്രത്തോളം എന്താണ് എന്ന് പാടുക മാത്രമല്ലേ ഉള്ളൂ. നാം എന്താണെന്ന് ചോദിക്കില്ലേ? എന്താണ് പറയുക? ഈ പാട്ട് എല്ലാവരും പാടുന്നതാണ്. എന്തിനോ ദൈവം എന്നെ സ്നേഹിക്കുവാനിടയായി. എന്തുകൊണ്ടാണ്? ഒന്നുമില്ലാത്തത് കൊണ്ട്. എന്തിനാണ്? ഒരു മഹത്വവുമില്ലാതിരുന്ന നമ്മെ ഒരു കാരണവുമില്ലാതെ നമ്മെ സ്നേഹിച്ചു. നോക്കുക, ഈ ലോകത്തിലെ മനുഷ്യരാണെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിലേ സ്നേഹിക്കുള്ളൂ. യുവാക്കൾ മറ്റുള്ള യുവതികളുടെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ്, ഗ്ലാമർ കണ്ടുകൊണ്ടാണ് യൗവന പ്രായത്തിലെ അവരുടെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ ലസ്റ്റ്, ലവ് എന്നൊക്കെ പറയും. ഈ ലോകത്തിൽ അനേകം ആളുകൾ പണമുള്ളവരെ സ്നേഹിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം കിട്ടുന്ന വിഷയമാണെങ്കിൽ അവരെ ഇഷ്ടപ്പെടുമെന്നാൽ ഒരു മഹത്വവുമില്ലാതിരുന്നപ്പോഴും ഒരു ശ്രേഷ്ഠതയുമില്ലാതിരുന്ന സമയത്തും ഒന്നുമില്ലാത്തവരെ സ്നേഹിച്ചവനാകുന്നു കർത്താവ്. നമ്മിൽ അനേകം ആളുകളും നമുക്ക് ഒരു ശ്രേഷ്ഠതയും ഇല്ലായിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നോക്കുമ്പോൾ 130 കോടി ജനങ്ങളുടെ മധ്യയിൽ നിന്നെ ദൈവം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ പറഞ്ഞാൽ പറയില്ലല്ലോ. ഹല്ലേലൂയ പറയാൻ പറഞ്ഞെങ്കിലേ നിങ്ങൾ പറയൂ. എത്ര പേർ ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കുക, എന്നെ യേശുക്രിസ്തു സ്നേഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഹല്ലേലൂയ പറയുക. എപ്പോൾ മുതലാണ് നിങ്ങളെ യേശുക്രിസ്തു സ്നേഹിക്കുന്നത്? ഇന്നലെ മുതലാണോ? മിനിഞ്ഞാന്ന് മുതലാണോ? എപ്പോഴാണ്? ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ എന്നെ കണ്ട ദൈവം എന്നെ ജയ്പാൾ എന്ന പേരിട്ട് വിളിച്ചു. നിന്നെയും അങ്ങനെ കണ്ടിട്ടുണ്ടോ ദൈവം? നിങ്ങളെ ദൈവം എങ്ങനെയാണ് വിളിച്ചത്? ധൈര്യമായിട്ട് പറയുക നിങ്ങളുടെ പേര്. നിങ്ങളെ ദൈവം കുറച്ചേ സ്നേഹിച്ചുള്ളൂ, എന്നെ കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണോ? ദൈവം എല്ലാവരെയും സ്നേഹിച്ചിരിക്കുന്നു. ചിലരെ പ്രത്യേകമായി സ്നേഹിച്ചിരിക്കുന്നു. നാം അവനെ സ്നേഹിച്ചാൽ അവൻ നമ്മെയും സ്നേഹിക്കുന്നവനാണ്. എല്ലാവരും അവനാൽ സ്നേഹിക്കപ്പെടുന്നുണ്ട്, എന്നാൽ നാം അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല. എഫ്രയീമിനെ ദൈവം ബാലനായിരുന്ന സമയത്ത് തന്നെ കുടുംബത്തിൽ ഇളയവനായിരിക്കുന്നതായ എഫ്രയീമിനെ ദൈവം എന്തുകൊണ്ടോ സ്നേഹിക്കാനിടയായി. എഫ്രയീമിനെ കുറിച്ച് പറയുന്നു, എഫ്രയീം അവനെ കരം പിടിച്ച് നടക്കുവാൻ പഠിപ്പിച്ചത് ഞാനാണ്, അവനെ ആശ്ലേഷിച്ചതും ഞാനാണ്. ചെറുപ്പം മുതലേ അവനെ ഞാൻ സ്നേഹിച്ചു, അവനെ നടക്കാൻ പഠിപ്പിച്ചു. ഇന്ന് യേശുവിൻ്റെ മക്കൾ ആരോടൊപ്പം നടക്കണം? ആരുടെ കരം പിടിച്ച് നടക്കണം? പിശാചിനെ കൈപിടിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം നടക്കുമോ? അതങ്ങനെ നടക്കും. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? നീ നടക്കേണ്ടുന്നതായ വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ആളുകൾ വചനമാകുന്ന പാൽ കുടിക്കണം. വചനമാകുന്ന പാൽ കുടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ശീലിക്കണം. ഇന്ന് ഒരുപാട് ആളുകൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ എല്ലാവരും ദൈവത്തോടുകൂടെ നടക്കുന്നില്ല.
എന്നോടൊപ്പം നടക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. എന്നാൽ കുറെ ദൂരം ദൈവത്തോടൊപ്പം നടന്ന് അതിനുശേഷം ദൈവത്തെ വിട്ടു പോവുകയാണ്. എവിടേക്കാണ്? ലോകത്തിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്. എഫ്രൈമിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഭുജങ്ങളിലെടുത്തു, ഞാൻ നിന്നെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ നിന്നെ സൗഖ്യമാക്കി. യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുന്നവർ മാത്രം ഹല്ലേലൂയ പറയുക. ഒരുപക്ഷെ ഏതെല്ലാം രീതിയിലാണ് ദൈവം വിടുവിച്ചത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കഷ്ടതയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, എത്രയോ രോഗങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചിരിക്കുന്നു. അത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ നോക്കിയാൽ അത് എണ്ണുവാൻ കഴിയില്ല. ഇന്ന് നാം ജീവനോടെയായിരിക്കുന്നു, ആരോഗ്യത്തോടെ നാം ആയിരിക്കുന്നു എങ്കിൽ നമ്മിൽ പലർക്കും രോഗം വന്നിട്ട് സൗഖ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് രോഗം വരാതെ തന്നെ ആരോഗ്യവാന്മാരായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് സൗഖ്യം തന്നില്ലെന്നാണോ? ദൈവം നിനക്ക് സൗഖ്യം തന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് യഥാർത്ഥത്തിൽ രോഗം വരാതിരിക്കുന്നത്. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നതായ വിഷയമാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക് അനാവശ്യമായ ശാപങ്ങൾ വരികയില്ല, അനാവശ്യമായ ആകസ്മിക മരണങ്ങൾ ഉണ്ടാകില്ല, ഭയങ്കരമായ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ഒരു പക്ഷേ ദൈവത്തിൻ്റെ പരീക്ഷാ സമയത്ത് ചില വ്യക്തികളെ അവൻ പരിശോധിച്ചേക്കാം. എന്നാൽ ദൈവമക്കളുടെ മേൽ ദുരാത്മാക്കൾക്ക് ഒരു തരത്തിലുള്ള അധികാരവുമില്ല. ഞാൻ ചില ഇടങ്ങളിൽ ചെന്നിട്ട് ദൈവവേല ചെയ്യുന്നതായ സമയത്ത് പല ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ട അനേകരെ കണ്ടിട്ടുണ്ട്. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ അവിടെ ചെല്ലുന്നതായ സമയത്ത് അവിടെ ആരെയും ഭൂതം ബാധിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം ഉള്ളതുകൊണ്ടാണ്. കർത്താവ് നിന്നെ വിടുവിച്ചിരിക്കുന്നു, സൗഖ്യം തന്നിരിക്കുന്നു, നിന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ദുഃഖത്തിലായിരുന്നപ്പോൾ നിന്നെ ആശ്വസിപ്പിച്ചു, നിന്നെ ബലപ്പെടുത്തി, നിന്നെ ഭുജത്തിലെടുത്തിരിക്കുന്നു. അപ്പോൾ നീ എന്ത് ചെയ്യണം? പറയൂ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാം അവൻ തന്നെ ചെയ്തല്ലോ. എന്നാൽ നീ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും അവനെ സ്നേഹിക്കേണ്ടതാണ്. അവൻ നമ്മെ ഭുജത്തിലെടുത്തിരിക്കുന്നതുകൊണ്ട് നാം അവനെ സന്തോഷിപ്പിക്കണം. അവൻ നമ്മെ നടക്കാൻ പഠിപ്പിച്ചിരിക്കുമ്പോൾ നാം അവന്റെ കാൽപാതകൾ പിന്തുടരണം. എന്നാൽ ഇന്ന് എത്രയോ ആളുകൾ യേശുവിന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച ആളുകൾ, ദൈവത്തിന്റെ ഹിതം അനുസരിക്കുന്നവരുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹിച്ച് ജീവിക്കുന്നുണ്ട്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈ എഫ്രൈമിനെ കുറിച്ച് ദൈവം ഒരുപാട് വിഷമിക്കുവാനിടയായി. അനുഗ്രഹിക്കുന്നതുവരെയും യേശുവിനോടൊപ്പം തന്നെ നിൽക്കും. അനുഗ്രഹിക്കപ്പെട്ട ശേഷം അനേകർക്കും യേശു ക്രിസ്തുവിനെ ആവശ്യമില്ല. രോഗമുണ്ടായിരിക്കുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വരുവാനിടയാകും. എല്ലാം സുഖമായിരിക്കുമ്പോൾ പിന്നെന്തിനാണ് നമുക്ക് ദൈവം? നമുക്ക് രോഗം വരുമ്പോൾ ഡോക്ടറിന്റെ അടുക്കൽ നാം പോകും. രോഗമില്ലാത്തപ്പോൾ എന്തിനാണ് ഡോക്ടറിന്റെ അടുക്കൽ പോകുന്നത് എന്നല്ലേ? എന്ന രീതിയിൽ അനേകം ആളുകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നില്ല. ദൈവത്തിന്റെ നന്മകളെ അവർ ഓർക്കുന്നില്ല. ഈ എഫ്രൈം ഏതവസ്ഥയിലേക്ക് വീണുപോയി എന്ന് ചോദിച്ചാൽ നമുക്ക് ഹോശയുടെ പുസ്തകത്തിൽ നിന്നും ചില വചനങ്ങൾ വേഗത്തിൽ വായിക്കാം. 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ എഫ്രൈമിനെ അറിയുന്നു, ഇസ്രായേൽ എനിക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എഫ്രൈമേ, നീ ഇപ്പോൾ പരസംഗം ചെയ്തിരിക്കുന്നു. വ്യഭിചാരമെന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ഭർത്താവിനോടൊപ്പം അല്ലാതെ പരപുരുഷനോടും പരസ്ത്രീയുമായി ബന്ധമുള്ളതായിരിക്കുന്നതാണ് വ്യഭിചാരം. നിഷ്ഠയുള്ളതായ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹം കഴിച്ചിരിക്കുന്ന ഭർത്താവിനോട് ഭാര്യയോടൊപ്പം ആയിരിക്കുന്ന ബന്ധമാണ് കുടുംബ ബന്ധം. അതിനേക്കാൾ അപ്പുറമുള്ളത് തെറ്റായ ബന്ധങ്ങളാണ്. അനേകം ആളുകൾ ദൈവത്തെ വിട്ടുപിരിഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മുടെ ഭർത്താവാണ്, ദൈവം നിന്റെ ഭർത്താവാണ്, നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന നിന്റെ യജമാനനാണ്, നിന്റെ ഉടയവനാണ്, നിന്റെ സൃഷ്ടി കർത്താവാണ്. അനേകം ആളുകൾ കർത്താവിനെ വിട്ടിട്ട് ലോകപ്രകാരം ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഓടിപ്പോകുന്നു. എഫ്രൈമേ, നീ പരസംഗം ചെയ്യുകയാണ്. എത്രയോ ആളുകൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നവർ, യേശു എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ആളുകൾ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല, വ്യഭിചാരക്കുറ്റം ഞങ്ങൾ ചെയ്യുന്നില്ല എന്നൊരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, ഒരു സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുന്ന വ്യക്തികൾ എല്ലാം തന്നെ തന്റെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ അശ്ലീലമായ ദൃശ്യങ്ങളെയും സിനിമകളെയും
കാമമോഹ വിചാരങ്ങൾ ഉൾപ്പെടുന്നതായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ പാടില്ല. സിനിമ കാണാറുണ്ടോ? എന്തിനാണ് നിങ്ങൾക്ക് വചനം പറഞ്ഞിട്ട് പോയാൽ പോരെ? ഇല്ല, ഞങ്ങളിപ്പോൾ സിനിമയൊന്നും കാണുന്നില്ല, സിനിമ ഹാളിൽ ഞങ്ങൾ പോകുന്നില്ല, സിനിമ കൊട്ടകയിൽ ഞങ്ങൾ പോകുന്നില്ല. സത്യമാണ്, സിനിമ തിയേറ്ററിൽ ഞങ്ങൾ പോകുന്നില്ല. ശരിയാണ്, ഇന്ന് അനേകം ആളുകൾ സിനിമാ തിയേറ്ററിൽ പോകുന്നില്ല. അത് സത്യമായ കാര്യം, വാസ്തവമായ കാര്യമാണ്. എവിടെയാണ് കാണുന്നത്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പാടില്ല, ടിവിയിൽ കാണാൻ കുഴപ്പമില്ലല്ലോ. വലിയ ഗ്ലാസ്സിൽ വിഷം കുടിക്കാൻ പാടില്ല, ചെറിയ ഗ്ലാസ്സിൽ കുടിക്കാമോ? കുപ്പി ഗ്ലാസ്സിൽ വിഷം കുടിക്കുവാൻ പാടില്ല, വേണമെങ്കിൽ സ്വർണ്ണ ഗ്ലാസ്സിലാണെങ്കിൽ വിഷം കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ. സ്വർണത്തിന്റെ ഗ്ലാസ് ആണെങ്കിലും, അത് കുപ്പിയുടെ ഗ്ലാസ് ആണെങ്കിലും, സ്റ്റീലിന്റെ ഗ്ലാസ് ആണെങ്കിലും, ഏത് ഗ്ലാസ് ആണെങ്കിലും വിഷം തന്നെയാണ്. ഇന്ന് യൗവനക്കാരെ നോക്കുകയാണെങ്കിൽ സിനിമയൊന്നും അവർ തിയേറ്ററിൽ പോയി കാണത്തില്ല, അതെല്ലാം ഓൾഡ് ഫാഷൻ ആണെന്ന് അവർ പറയുന്നത്. ഇന്നവർ എന്താണ് ചെയ്യുന്നത്? അവരുടെ കയ്യിൽ നെറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് അവർ സെർച്ച് ചെയ്ത് അതിലാണ് കാണുന്നത്. ബ്ലൂ ഫിലിംസ് ഒക്കെ കാണാൻ വേണ്ടി സെർച്ച് ചെയ്ത് നോക്കുവാൻ ഇടയാകും. അസഭ്യമായ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി, പോണോഗ്രഫി കാണാൻ വേണ്ടി അവർ ശ്രദ്ധിക്കും. ലോകത്തിൽ എന്ത് മാലിന്യമാണുള്ളത് അതെല്ലാം തിരിഞ്ഞ് മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ഇപ്പോൾ പിശാചിരിക്കുകയാണ്. ഫോണിൽ കൂടി മനുഷ്യന്റെ കയ്യിൽ തന്നെ ലോകത്തെ കൊടുത്തിരിക്കുകയാണ്. TV കാണേണ്ട കാര്യമില്ല, റിമോട്ട് ഞെക്കേണ്ട കാര്യമില്ല, കയ്യിൽ തന്നെ ഉണ്ട് കാര്യങ്ങളെല്ലാം. ഏതു സമയത്തും എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, അവർക്ക് കയ്യിൽ തന്നെയുണ്ട് ഈ ലോകത്തിലെ എല്ലാ മാലിന്യങ്ങളും. അതാണ് നോക്കുന്നത്. എങ്കിലേക്ക് നോക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നൽകിയതായ ജ്ഞാനം നേടി നന്മ പ്രാപിച്ചെടുത്തിട്ട് ദൈവം ധനവും സമ്പത്തും കൊടുത്തിരിക്കുമ്പോൾ നല്ല ഐഫോൺ വാങ്ങിച്ച്, ഐപോഡുകൾ വാങ്ങി, നല്ല വാഹനങ്ങൾ വാങ്ങി, നല്ല വസ്തുവകകളെല്ലാം വാങ്ങി വീട് വെച്ച് അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം അവനെ അന്വേഷിക്കുന്നതിന് പകരമായിട്ട് മറ്റെന്തിനെയോ തിരയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എഫ്രയീമേ, ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, ഞാൻ നിന്നെ തിരയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിന്റെ വീട്ടുകാർക്ക് അറിയില്ലായിരിക്കാം, മാതാപിതാക്കൾക്ക് അറിയില്ലായിരിക്കാം, ആരും കാണാതെയായിരിക്കാം നീ പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ സ്നേഹിക്കുന്നതായ നീ, എന്നാൽ അനുഗ്രഹം പ്രാപിച്ചതായ നീ, നിന്നെക്കുറിച്ച് എനിക്ക് വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നിന്റെ ഹിതമനുസരിച്ച് നീ നടക്കുകയാണ് എന്ന് ദൈവം സങ്കടപ്പെടുകയാണ്. എവിടെ തിരിഞ്ഞാലും ലോകത്തിനനുസൃതമായ ജീവിതമാണ്. എവിടെ തിരിഞ്ഞാലും ജീവിതത്തിൽ ദുഷ്കരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. എവിടെ നോക്കിയാലും അശുദ്ധിയാണ്, എവിടെ നോക്കിയാലും പാപമാണ്, എവിടെ നോക്കിയാലും ലൗകികതയാണ്. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളതായ ദുഃഖം, ആ ദാഹം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, വരിക, എന്നോടൊപ്പം വരിക, എന്റെ നുകം ചുമക്കൂ. നുകം വെച്ച് കെട്ടുമ്പോൾ ഒരു കാള ഒരു വശത്തും മറ്റൊരു കാള മറുവശത്തുമാണല്ലോ ചുമക്കുന്നത്. കർത്താവ് ഒരു വശത്ത് നിന്നുകൊണ്ട് മറുവശത്ത് നീ വന്ന് നിൽക്കുവാൻ പറയുകയാണ്, എന്നോടൊപ്പം നടക്കുക, ഭാരം മുഴുവനും ഞാനാണ് ചുമക്കുന്നത്, നീ വെറുതെ വന്നു നിന്നാൽ മാത്രം മതി, ഞാനാണ് എല്ലാം ചുമക്കുന്നത്, എന്റെ ഭാരം ലഘുവാകുന്നു. പിശാചിന്റെ നുകത്തിന് കീഴിൽ മനുഷ്യൻ കഷ്ടത അനുഭവിക്കുകയാണ്. പിശാച് എത്ര ക്രൂരനായ യജമാനനാകുന്നുവെന്നറിയാമോ? പിശാച് ഒരു മനുഷ്യനെ കൊണ്ട് എത്രമാത്രം കഠിനവേല ചെയ്യിക്കുന്നു എന്നറിയാമോ? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതായ കാര്യമാണല്ലോ. നിങ്ങൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി ഭയത്തോടുകൂടി വ്യഭിചാരത്തിന് പോകുന്ന ആളുകൾ, ഭാര്യയെയും മക്കളെയും വേദനിപ്പിച്ചുകൊണ്ട് മദ്യപിച്ച് ജീവിക്കുന്നതായ ആളുകൾ, തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് അപമാനത്താലും നിന്നയാലും നിറയപ്പെട്ട് ഒരു സംതൃപ്തിയുമില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകൾ. ഞാനിങ്ങനെ ജീവിക്കുന്ന ആളുകളെ പലപ്പോഴും വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്താണ് പറയുന്നത്? എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ എന്നെക്കൊണ്ട് അതിന് കഴിയുന്നില്ല. എൻ്റെ ഭാര്യയെ ഞാൻ ദുഃഖിപ്പിക്കുന്നു, എൻ്റെ മക്കളെ ഞാൻ ദുഃഖിപ്പിക്കുന്നു, എൻ്റെ ആരോഗ്യം നശിച്ചു പോകുന്നു, എനിക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയുന്നില്ല, ഇതിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു. അതെ, പിശാച് കഠിനവേല നമ്മെ കൊണ്ട് ചെയ്യിക്കുകയാണ്. നമ്മെ എന്താണ് ചെയ്യുന്നത്? യൂസ് ആൻഡ് ത്രോ. നമ്മെ കൊണ്ട് ഉപയോഗപ്പെട്ടതിന് ശേഷം നിന്റെ ശക്തിയെയും നിന്റെ ആരോഗ്യത്തെയും നിന്റെ ബലത്തെയും എല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഒന്നിനും കൊള്ളാത്തവനായി കട്ടിലിൽ കളയുവാനിടയാകും. ആ സമയത്ത് ചിലർ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. അപ്പോൾ എന്തിനാണ്? നിന്റെ ബാല്യകാലത്ത് തന്നെ കർത്താവ് നിന്നെ സ്നേഹിച്ചവനാണ്. അവങ്കിലേക്ക് തിരിയുക. നീ തിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിയാമെന്ന് പറയുന്നു. എനിക്ക് സ്വയം ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ കുഴിയിൽ വീണ് കിടന്നിട്ട് എന്റെ മുടി ഞാൻ തന്നെ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയാൽ എനിക്ക് ഉയരുവാൻ കഴിയുമോ പറയുക? വീണ്ടും ഞാൻ വീണു പോകുകയുള്ളൂ. മുകളിൽ നിൽക്കുന്ന ആരെങ്കിലും എന്നെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. ഉയരത്തിൽ നിന്ന് വന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ് നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി
നീ വീണുകിടക്കുന്ന കുഴിയിൽ നിന്ന് കരകയറ്റുവാൻ, പഴയ ആദാമിന്റെ സ്വഭാവത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത്. അവന്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ കൂടി നമുക്ക് പാപക്ഷമയുണ്ട്. അവൻ ക്രൂശിൽ ചെയ്ത യാഗത്തിൽ കൂടി നിനക്ക് നിത്യരാജ്യത്തിന്റെ അവകാശവുമുണ്ട്. കർത്താവെ, നീ എന്നെ തിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിയാം. നീ എന്നോട് പറഞ്ഞാൽ ഞാനത് അനുസരിക്കാം എന്നു നീ പറഞ്ഞ അവനോടൊപ്പം നടത്തുവാനായിട്ട് കർത്താവ് മതിയായവനാണ്. നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കിയാൽ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കിയാൽ, നീ അവനോട് അനുസരണമില്ലാതെ ജീവിച്ചുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് നീ മനസ്സിലാക്കിയാൽ, ഈ ദിവസം ഇപ്പോൾ തന്നെ കർത്താവിനോടൊരു വാക്ക് പറയുക. സമർപ്പണത്തോടുകൂടി കർത്താവിനോട് പറയുക, കർത്താവെ, ഞാൻ നിന്നെ അനുസരിക്കാം, നിന്റെ വാക്ക് ഞാൻ കേൾക്കാം. നീ എന്നെ തിരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നിലേക്ക് തിരിയാം. നീ എന്നെ മാറ്റണമേ എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ, ഈ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയില്ലപ്പാ, ഈ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് നീ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചാലും ശരി, അവയിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ യേശു കർത്താവ് മതിയാകുന്ന ദൈവമാണ്. യേശു കർത്താവിന്റെ മക്കൾ കള്ളം പറയുവാൻ പാടില്ല. ശരിയാണോ അല്ലയോ? നമ്മുടെ വാക്കുകൾ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും, അല്ല എന്ന് പറഞ്ഞാൽ അല്ലെന്നുമായിരിക്കണം. യേശുവിൽ വിശ്വസിച്ച ശേഷം, യേശുവിന്റെ മക്കൾ ആയ ശേഷം നിന്റെ വാക്കുകൾ സത്യമായിട്ടുള്ളതായിരിക്കണം. കാപട്യ വാക്കുകൾ, വഞ്ചനയുടെ വാക്കുകൾ, അസത്യത്തിന്റെ വാക്കുകൾ. ഈ കാലത്ത് മനുഷ്യരെ സംബന്ധിച്ച് അസത്യം പറയുന്നത് പച്ചവെള്ളം കുടിക്കുന്നത് പോലെയാണെന്നാണ്. ഇന്ന് പച്ചവെള്ളം കുടിക്കുന്നത് പോലെയാണ് ആളുകൾ പലപ്പോഴും കള്ളം പറയുന്നത്. പച്ചവെള്ളം കുടിക്കുന്ന ആളുകൾ എങ്ങനെയാണ്? ഒരുപക്ഷെ കാഫിയോ ചായയോ കുടിക്കുകയാണെങ്കിൽ കപ്പിൽ ചായ എടുത്തുകൊണ്ട് അങ്ങനെ കുടിക്കുമല്ലോ. അതുപോലെ തന്നെ ജ്യൂസ് ആണെങ്കിലും അങ്ങനെയാണ് കുടിക്കുന്നത്, അങ്ങനെ വലിച്ചു കുടിക്കും. എന്നാൽ പച്ചവെള്ളം കുടിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കുടിക്കുന്നത്? പണ്ടൊക്കെ കുടത്തിൽ വെള്ളമെടുത്ത് ഗടഗടഗടാന്ന് വലിച്ചു കുടിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ആളുകൾ കുടിക്കുന്നില്ല. ഒറ്റയടിക്ക് 2-3 കുപ്പി വെള്ളം അവർ അകത്താക്കുമായിരുന്നു. ഇങ്ങനെ കള്ളം പറയുന്ന ആളുകൾ ഒന്നും തന്നെ ചിന്തിക്കാതെ, വായ്ക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ പച്ചക്കള്ളമാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞു, ഞാൻ പച്ചക്കള്ളമല്ല പറയുന്നത്, വെള്ളക്കള്ളമാണെന്ന്. വെളുത്ത കള്ളം എങ്ങനെയുള്ളതാണ്? എന്താണ്? ഒരു 10 രൂപ തരാമെന്ന് ചോദിക്കും, 10 രൂപ എൻ്റെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. എന്താണ് വാസ്തവം? 10 രൂപ അയാളുടെ കയ്യിലില്ല, 100 രൂപയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ്, അതാണ് വെളുത്ത കള്ളം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? നിങ്ങൾ എത്രമാത്രം മറച്ചു പിടിച്ചാലും കള്ളം കള്ളം തന്നെയാകുന്നു. നിങ്ങൾ പിശാചിനെ സംബന്ധിച്ചുള്ള വ്യക്തികളാണ്. പിശാച് ആദ്യം മുതൽ തന്നെ കള്ളനും കള്ളന്റെ അപ്പനുമാകുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശു ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. എന്നാൽ കള്ളം പറയുന്നത് ഒഴിവാക്കുന്നില്ല. ഇപ്പോഴും കള്ളം പറയുന്നുണ്ടല്ലോ. എന്താണ്? ബൈബിളിൽ നോക്കുമ്പോൾ വലിയൊരു ലിസ്റ്റുണ്ട് എങ്ങനെയുള്ള ആളുകളാണ് നരകത്തിൽ പോകുന്നതെന്ന്. വെളിപ്പാട് പുസ്തകത്തിൽ ആ വാക്യങ്ങളുണ്ട്. 25:8 അവസാനം ഒരു വാക്കുണ്ട്, ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ഭോഷ്ക് പറയുന്നതായ ഏവർക്കും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ, കർത്താവിൽ വിശ്വസിച്ച ശേഷം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്ന്? എൻ്റെ ഭർത്താവിനോട് ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് കർത്താവിനോട് നിങ്ങൾക്കിപ്പോൾ പറയുവാൻ കഴിയുമോ? മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, നീ നല്ല വിശ്വാസി എന്ന് പറയുന്നു, എന്നാൽ നിന്റെ ഭർത്താവിനോട് കള്ളം പറയാതെ നീ ജീവിക്കുന്നുണ്ടോ? എന്താണ് സംസാരിക്കാത്തത്? പറഞ്ഞാൽ മാനം പോകുമെന്നാണോ? എന്നോട് നിങ്ങൾ പറയണ്ട, കർത്താവിന് മുൻപിൽ ഏറ്റു പറയുക. നാം കള്ളം പറയുന്ന സമയത്ത് കർത്താവിന്റെ ഹൃദയം വേദനിക്കുവാനിടയാകും. അവൻ നീതിമാനാണ്, അവനൊരിക്കലും ഈ വ്യാജം സഹിക്കത്തില്ല. വഞ്ചനയുണ്ടാകരുത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വഞ്ചന, കപടത ഉണ്ടാകുവാൻ പാടില്ല. അന്ന് യേശുക്രിസ്തുവിന് പരീശന്മാരോട് ഒരുപാട് ദേഷ്യം തോന്നി. കാരണം അറിയാമോ? എത്ര പാപിയാണെങ്കിലും, എത്ര വലിയ കള്ളനാണെങ്കിലും, ദ്രോഹിയാണെങ്കിലും കർത്താവ് ക്ഷമിക്കും. എന്നാൽ കപടവിശ്വാസികളെ കർത്താവ് ക്ഷമിക്കില്ല. കപടവിശ്വാസികളെ, സർപ്പസന്തതികളെ, നിങ്ങൾ പുറമെ വെള്ളപൂശിയിരിക്കുന്നതായ ശവക്കല്ലറകൾ പോലെയാകുന്നുവെന്ന് പറഞ്ഞു. നിങ്ങൾ പാത്രങ്ങളുടെ പുറം മാത്രമാണ് കഴുകുന്നത്, അകം ദുർഗന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ശാസിച്ചു. എത്രയോ പാപികളോട് കർത്താവ് ക്ഷമിച്ചു, എന്നാൽ കപടവിശ്വാസിയോട് മാത്രം കർത്താവ് ക്ഷമിക്കുകയില്ല. യേശുവിന്റെ മക്കളായി മാറ്റപ്പെട്ട ശേഷം നിഷ്കളങ്കതയോടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. കാപട്യമില്ലാത്തവരായിട്ട് നാം ജീവിക്കേണ്ടതാണ്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ നിഷ്കളങ്കരെ അന്വേഷിച്ച് നടക്കുകയാണെന്നാണ്. സത്യസന്ധതയോടെ ആയിരിക്കുക എന്ന് പറയുമ്പോൾ പാപമില്ലാതെ ആയിരിക്കുക എന്നല്ല. പാപമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു തെറ്റ്, ഏതെങ്കിലും ഒരു കുഴപ്പം ഈ മനുഷ്യരീരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം, പിശാചിന്റെ അധികാരത്തിലുള്ള രാജ്യത്തിന് കീഴിലായിരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളിൽ നാം പെട്ടുപോയേക്കാം. എന്നാൽ നിഷ്കളങ്കതയോടെ ആയിരിക്കും എന്ന് പറഞ്ഞത് നീ ആയിരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കുന്നത് ആണ്.
തെറ്റ് ചെയ്യുന്നത് മനസ്സിലായ അപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നത്. ദൈവം അങ്ങനെയുള്ളവരെയാണ് ആശിക്കുന്നത്. പ്രാർത്ഥന ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിച്ചു എന്ന് എന്തിനാണ് പറയുന്നത്? സ്തോത്രകാഴ്ച ഇട്ടില്ലെങ്കിലും വെറുതെ ഇടുന്നതായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൈ കാണിക്കുന്നത്? എന്താണ്? കപടവേഷമുള്ളവർ. ദൈവം പറയുന്നു നിഷ്കളങ്കതയോടെ നിങ്ങൾ ആയിരിക്കുക എന്ന്. എഫ്രൈമിനെ ദൈവം ഒരുപാട് സ്നേഹിച്ചു. എഫ്രൈമിന്റെ പക്കൽ നിന്ന് ദൈവം വൻ കാര്യങ്ങളാണോ ആശിച്ചത്? എഫ്രൈമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ മധ്യയിലുള്ളത് ഒരു വംശമാണത്, ഒരു ഗോത്രമാണത്. ഈ എഫ്രൈമിന്റെ സന്തതികൾ, എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ യഹോവയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെ ആയിരിക്കും എന്ന് മറ്റുള്ളവർ കണ്ട് അതിശയിക്കത്തക്ക രീതിയിൽ അവനെ താങ്ങിയെടുത്ത്, അവനെ ബലപ്പെടുത്തി, അവനെ അനുഗ്രഹിച്ച്, അവന് നന്മകളെ കൊടുത്ത് അവന്റെ ജീവിതത്തിൽ ഉന്നതമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാം മറന്നുപോയിട്ട് ദുഃഖിപ്പിക്കുന്നു. ഇന്ന് യേശുവിനെ വേദനിപ്പിക്കുന്നവർ ആരാണെന്നറിയാമോ? അറിയാമോ? യേശുവിനാൽ കൂടുതൽ സ്നേഹിക്കപ്പെട്ട ആളുകളാണ്. യേശുക്രിസ്തുവിനാൽ ഉയർത്തപ്പെട്ടതായ ആളുകളാണ്. യേശുവിനാൽ കൂടുതലായി അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്. അനേകം ആളുകൾ അവരുടെ ജീവിതം കൊണ്ട് യേശുവിനെ ദുഃഖിപ്പിക്കുന്നവരായിരിക്കുന്നു. വേദനാജനകം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവനെ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതായ സത്യം പോലും അവർ ഗ്രഹിക്കുന്നില്ല. പാപത്തിൽ കിടക്കുന്നവരെ കാണുമ്പോൾ, നശിച്ചു പോകുന്ന ആളുകളെ കാണുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിനെതിരായി ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ടാകുന്നു. ഒരു മനുഷ്യന് തന്നെ ഹൃദയം വേദനിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കിനെ ഉപേക്ഷിച്ച്, ദൈവത്തെ തള്ളിക്കളഞ്ഞ്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചിട്ട്, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ട്, പിന്നെ നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിക്കുമ്പോൾ, അവന്റെ ഇഷ്ടത്തെ നോക്കാതെ പാപത്തിന്റെ മാർഗത്തിൽ നീ പോകുമ്പോൾ അവന്റെ ഹൃദയം വേദനിക്കില്ലേ? നിന്നെ സ്നേഹിച്ചിട്ട്, പിതാവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച്, മാതാവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച്, നിനക്ക് വേണ്ടി ജീവനെ നൽകിയതായ കർത്താവ് നീ പാപത്തിൽ മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ, നീ നശിച്ചു പോകുന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം വേദനിക്കില്ലേ? എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുമെന്ന് പറയുന്നതായ ആളുകളെ, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾക്ക് സ്വന്തമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അയ്യോ എഫ്രൈമേ, എഫ്രൈം കാറ്റിൽ ഇഷ്ടപ്പെടുന്നു. എന്താണ്? എങ്ങനെയാണ് കാറ്റിനെ ഇഷ്ടപ്പെട്ട് പിന്തുടരുന്നത്? കാറ്റിനെ ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? ഗ്യാസ്ട്രിക് ട്രബിൾ വരാനിടയാകും. ഇപ്പോൾ തന്നെ നിന്റെ വയറ് നിറച്ച് ഗ്യാസാകുന്നു. അതായത് കാറ്റിനെ പിന്തുടരുന്നുവെന്ന് പറയുമ്പോൾ സംതൃപ്തി നൽകാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പിന്തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നതെന്തിന്? ദാഹിക്കുന്ന ഏവരും, ദ്രവ്യമില്ലാത്ത ഏവരും ആയുള്ളവരെ വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവീൻ. ഈ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പണം കൊണ്ട് പോയി മദ്യം കുടിക്കുന്നു, ചാരായം കുടിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോ ഓടിക്കും. എന്നിട്ട് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി സമ്പാദിച്ചതായ പണമത്രയും ചാരാഷാപ്പിൽ കൊണ്ടുകൊടുത്ത് മദ്യപിച്ച് നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലിരിക്കുന്ന ഭാര്യ അയാളിപ്പോൾ വരും, എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരും എന്ന് നോക്കി കാത്തിരിക്കുമ്പോൾ ഇവൻ ആടി വരികയാണ്. പിന്നെന്താണ് സംസാരിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കോരിക്കൊടുത്ത് മിണ്ടാതെ പോയിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. എത്രയോ ആളുകൾ അങ്ങനെ തൃപ്തിയില്ലാതെ ജീവിക്കുന്നവരുണ്ട്. സംതൃപ്തിയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ദ്രവ്യം കൊടുക്കുന്നത്? എഫ്രൈം കാറ്റിനെ ഇഷ്ടപ്പെട്ടു പോകുന്നു. ഒരു മകനോട് ഞാൻ ചോദിക്കുവാനടി, എന്താണ് മോനെ, നീ സ്നാനപ്പെട്ടിട്ട് ഇപ്പോൾ സിഗരറ്റ് വീണ്ടും വലിക്കുന്നെന്ന് കേൾക്കുന്നു. ആരാണ് പറഞ്ഞത്? ആരെങ്കിലും ആയിക്കോട്ടെ, നീ അങ്ങനെ സിഗരറ്റ് വലിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അങ്ങനെയൊന്നും വലിക്കില്ല, ദേഷ്യം വരുമ്പോൾ മാത്രമേ വലിക്കുള്ളൂ. എപ്പോഴാണ് വലിക്കുന്നത്? അതെന്താണ്? ചില ആളുകൾ കോപം വരുമ്പോൾ, യഥാർത്ഥത്തിൽ ദേഷ്യം വരുമ്പോൾ നിന്റെ ശരീരത്തിൽ കോപം ഉണ്ടാകുന്ന സമയത്ത് നിന്റെ രക്തം മുഴുവൻ തിളച്ചു മറിയുവാനിടയാകുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നീ അതിനോടൊപ്പം സിഗരറ്റ് ആകട്ടെ, മദ്യമാകട്ടെ, അതുപോലുള്ള ലഹരി വസ്തുക്കളാകട്ടെ ഉപയോഗിക്കുന്നതായ സമയത്ത് ദൈവത്തിന്റെ ഹൃദയം അത് കണ്ട് വേദനിക്കും. നിനക്ക് വേണ്ടി ഞാൻ ഒഴുക്കിയ രക്തം വൃഥാവായി തീർന്നല്ലോ. നിനക്ക് വേണ്ടി ഞാൻ സഹിച്ച കഷ്ടം, നിന്നെ സ്നേഹിച്ച സ്നേഹം വൃഥാവായി. അയ്യോ എഫ്രൈമേ, അയ്യോ എഫ്രൈം കാറ്റിനെ പിന്തുടരുന്നു, എഫ്രൈം പരസംഗം ചെയ്യുന്നു. പിന്നെ പറയുന്നു എഫ്രൈം വ്യാജം ഇഷ്ടപ്പെടുന്നു. പിന്നെ പറയുന്നു എഫ്രൈം ഭീരുവായിരിക്കുകയാണ്. എങ്ങനെയാകുന്നുവെന്നാണ്?
ഭീരുവായിരിക്കുന്നുവെന്നാണ്. എത്ര പേർ ഭീരുത്വമുള്ളവർ ഇവിടെ ഉണ്ട്? ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കുമായിരുന്നു. കാട്ടിൽ പോകാം, കൂട്ടിൽ പോകാം. പോകാം. കാട്ടാനെ കണ്ട പേടിക്കുമോ? ഇല്ല. അപ്പോൾ ഭൂന്ന് വെച്ചാൽ പേടിക്കും. ഭൂന്ന് വെച്ചാൽ പേടിക്കുന്ന നീ എങ്ങനെയാണ് കാട്ടാനെ കണ്ട് നിൽക്കുന്നത്? ഭീരുത്വമുള്ളവർ. ആ കാലത്ത് ആദമും ഹവ്വയും ദൈവം വൈകുന്നേരം തോട്ടത്തിൽ വരുന്ന സമയത്ത് സന്തോഷത്തോടെ ഓടിച്ചെന്ന് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ദൈവത്തോട് അവർക്ക് ഭയമില്ലായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണോ തിന്നരുതെന്ന് കൽപ്പിച്ച പഴം തിന്നത്, പിന്നീട് എന്താണ് സംഭവിച്ചത്? ആദാമേ, ആദാമേ, എവിടെയാകുന്നു എന്ന് ചോദിച്ചപ്പോൾ, നിന്നെ ഭയപ്പെട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മറഞ്ഞിരിക്കുകയാണെന്ന് പറയുവാനിടയായി. എന്തിനാണ് ഭയപ്പെട്ടത്? ഭയം എന്തുകൊണ്ട് വന്നു? പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുവാനിടയാകുന്നു. പാപം ഒരു വ്യക്തിയെ ഭീരുവാക്കി മാറ്റുവാനിടയാകുന്നു. എപ്പോഴാണോ നീ ഭയപ്പെടുന്നത്, ഭയപ്പെടുന്ന സമയം പിശാച് നിന്നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനിടയാകും. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് 365 തവണയോളം ബൈബിളിൽ പറയുന്നുണ്ട്. എല്ലാ ദിവസവും ദൈവം നമ്മളോട് പറയുകയാണ്, എന്താണ്? നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു വ്യക്തി പാപത്തിലായിരിക്കുമ്പോൾ ഭയപ്പെടുവാനിടയാകും. പാപം ചെയ്യുന്ന സമയത്ത് ഭയമുണ്ടാകും. എന്നാൽ കർത്താവ് നമ്മുടെ ഭയം മാറ്റുന്ന ദൈവമാണ്. ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്നതായ കർത്താവ്, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുൻപിലേക്ക് വരികയാണെങ്കിൽ അവൻ നിങ്ങളോട് ക്ഷമിക്കും. ഒരുപാട് തവണ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നാം, ദൈവത്തിന്റെ നന്മകൾ പ്രാപിച്ച നാം, ദൈവത്താൽ ഉയർത്തപ്പെട്ടതായ നാം, ദൈവത്താൽ സൗഖ്യം പ്രാപിച്ചതായ നാം, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചതായ നാം, ദൈവത്താൽ ഉയർത്തപ്പെട്ടതായ നാം ദൈവത്തെ മറന്നുപോകുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ, നീ ദൈവത്താൽ ഉയർത്തപ്പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇപ്പോൾ നീ കർത്താവിനെതിരായിട്ട് അവനെ ദുഃഖിപ്പിച്ച് വേദനിപ്പിക്കുന്ന വ്യക്തിയായി നീ ജീവിക്കുന്നു എന്നുള്ളതായ വാസ്തവം നീ തിരിച്ചറിഞ്ഞാൽ, അവനോടൊരു വാക്ക് പറയുക, കർത്താവേ, നിനക്ക് ഞാൻ കീഴ്പ്പെടുന്നു, നിന്റെ വചനം ഞാൻ അനുസരിക്കുന്നു. നീ എന്നെ തിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിയാം. നീ എന്നെ മാറ്റണമേ എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ, ഈ പാപം എനിക്ക് ഉപേക്ഷിച്ച് കളയുവാൻ കഴിയത്തില്ല, ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മാറ്റമുണ്ടാകില്ല എന്നു നീ ഏതെല്ലാം വിഷയത്തിൽ ചിന്തിച്ചാലും അവയിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഒരുക്കത്തോടെയായിരിക്കുന്നു. നമുക്ക് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഞരക്കങ്ങളെ നീ കേൾക്കുമാറാകണമേ. നിന്നോട് നിലവിളിക്കുന്ന ആളുകളെ നീ ഒന്ന് കാണുമാറാകണമേ. അതേ കർത്താവേ, നിന്റെ നന്മകളെല്ലാം പ്രാപിച്ചിട്ട് ഞങ്ങൾ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. ഞങ്ങൾ അസത്യം പറയുന്നവരാണ്, ഞങ്ങൾ വഞ്ചന കാട്ടുന്നവരാണ്, ഞങ്ങൾ ലോകത്തിൽ ആശ്രയിക്കുന്നു, നിനക്കെതിരായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. നിന്നെ ദുഃഖിപ്പിക്കുവാനിടയായി നിന്നിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്. എങ്കിലും ഞങ്ങളെ കൈവിടാതെ, എങ്കിലും ഞങ്ങളോട് കരുണ കാട്ടി, എങ്കിലും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളോട് മനസ്സലിവ് കാണിക്കുന്നതായ കർത്താവേ, നിനക്ക് നന്ദി കരറ്റും. നീ പ്രാർത്ഥനയിൽ കൂടി വന്നിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും എഫ്രൈമിനെ സ്നേഹിച്ചതുപോലെ തന്നെ നീ സ്നേഹിക്കണമേ. നിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ കർത്താവേ. അയ്യോ എഫ്രൈമേ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്ന് നീ പറയുമ്പോൾ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ ഞങ്ങളുടെ മേൽ വരാതിരിക്കുവാൻ തക്കവണ്ണം നീ കരുണ കാട്ടിയതിനായിട്ട് നന്ദി കരറ്റുന്നു. ഈ സമയം ഞങ്ങളെ നീ തിരിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിലേക്ക് തിരിയാമെന്ന് എല്ലാ നാവും ഏറ്റുപറയുകയാണ്. ഞങ്ങളോട് കരുണ കാട്ടണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റിയിട്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വാഗ്ദത്ത വചനം പോലെ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ നീ സഹായിക്കണമേ. യേശുവിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നിന്നെ ദുഃഖിപ്പിക്കുന്നവരായി ഞങ്ങൾ മാറാതെ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വാസ്തവം മനസ്സിലാക്കിയ സമയത്തും നിന്നെ വിഷമിപ്പിക്കാതെ, എന്നെ സ്നേഹിച്ച യേശു കർത്താവിനെ ഞാനും സ്നേഹിക്കണം, എനിക്ക് വേണ്ടി പ്രാണനെ നൽകിയ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ നിൽക്കണം എന്നുള്ള തീരുമാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതിനു വേണ്ടി, സർവ്വസത്യത്തിലും നടത്തുന്നതിനു വേണ്ടി നിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ